സ്വന്തം വീട്ടിൽ വന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് മടിയും അതിൽ കൂടുതലൊരു പേടിയും ഉള്ളവളാണ് ഞാൻ കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും. കാരണം വെച്ചാൽ നമ്മളെ ചേച്ചിമാരും ഒക്കെ പറയണേക്കാം, ഞാൻ വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ. കാരണം നമ്മളിപ്പോൾ വെച്ച് ഓരോ സ്റ്റൈലായില്ലേ. ഇതാ അമ്മ ഇവിടെ ചിക്കൻ കഴുകുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ബാക്കിൽ നിന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്നെന്തായാലും ചിക്കൻ കറി വെക്കാം എന്ന് വിചാരിച്ചു. കാരണം നികിയും ചേട്ടയൊക്കെ ഒന്നും ഇല്ല, അവർ ഒരിതിന് പോയിട്ടാണുള്ളത്. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവരെന്തായാലും ചോറിനുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് കയറിയേക്കാം, അമ്മനെ ഒറ്റക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്ന് അടുക്കളയിലേക്ക് ഞാൻ കയറി തട്ടാ. സംഭവം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് എന്തോ ഒരു ഇതാണ്. പക്ഷേ അധികം ഇഷ്ടമാണ് ഞാൻ വെച്ച് കഴിഞ്ഞാലൊക്കെ ചേട്ടക്കായാലും. പക്ഷേ ചില നേരെ എനിക്കൊരു പണി കിട്ടലുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റൈൽ അങ്ങോട്ട് കയറുമല്ലോ. നമ്മൾ പല ഒരു ടേസ്റ്റിലും ഇപ്പോൾ നമ്മളെ വീട്ടിലെ ടേസ്റ്റ് അല്ലല്ലോ നമ്മൾ പുറകെ നമ്മളെ കല്യാണം കഴിച്ച് കൊടുത്തപ്പോൾ മുതൽ നമ്മൾ അവിടുത്തെ ടേസ്റ്റിനനുസരിച്ച് വെച്ചും ഒക്കെ നമുക്കൊരു ശീലമുള്ള. അപ്പോൾ അമ്മനെ വിളിച്ച് വെച്ചപ്പോൾ ഇഞ്ചി കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഇഞ്ചി ഉണ്ടെന്ന് വെച്ചപ്പോൾ അമ്മ അവിടെ നിന്ന് പറഞ്ഞു ഇഞ്ചി ഇല്ല എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇഞ്ചി ഇല്ല, ബാക്കിയുള്ള പരിപാടി തുടങ്ങാമെന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്ത്. പിന്നെ ചേട്ടനെക്കാട്ടും എനിക്ക് പേടി അച്ഛനെയാണ് കേട്ടോ. കാരണം അച്ഛന് എൻ്റെ ഉപ്പൊന്നും അച്ഛന് പറ്റൂല. ഞാൻ കുറച്ച് ഉപ്പൊക്കെ കൂടുതൽ ഇടുന്ന ഒരു കൂട്ടത്തിലാണ്. എനിക്ക് കുറച്ച് ടേസ്റ്റ് മുന്നിൽ നിൽക്കണം എന്നുള്ള രീതിയിലൊരു ഉപ്പ് പൊടിക്കുകയൊക്കെ കൂടുതൽ വേണം. അച്ഛനതൊന്നും തീരെ പിടിക്കില്ല. അപ്പോൾ ഇഞ്ചി ഇനി ആര് വാങ്ങിക്കാൻ പോകുമെന്നുള്ളൊരു ചർച്ചയാണ് ഞങ്ങൾ തമ്മിലിട്ടാ. അപ്പോൾ പിള്ളേരെന്തായാലും അവിടെ ഇരിപ്പുണ്ട്. പിള്ളേർ പ്രേതത്തിൻ്റെ സിനിമയൊക്കെ കണ്ട് ഇരിക്കുകയാണ്. രാവിലത്തെ ദോശയും ഇഡ്ഡലിയൊക്കെ രണ്ടാൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി അവന്മാർക്കൊന്നും രാവിലെ തിന്നത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവരോടൊന്ന് ചോദിച്ചു ഒന്ന് പോകുമോ, ഇഞ്ചി വാങ്ങിക്കാൻ പോകുമോ എന്ന്. അപ്പോൾ അതിനിടയിൽ ലേശം ഒലത്താനുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അമ്മ തന്നെ പോകാമെന്നുള്ള ധാരണയിലെത്തി. അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് ഉള്ളിയൊക്കെ അങ്ങോട്ട് വാട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. നമ്മളെ ചിക്കൻ കറി ആയിട്ടില്ല, ചിക്കനൊക്കെ അവിടെ ഉണ്ട്. അതിനിടയിൽ രണ്ടെണ്ണത്തിന് തിന്നാൻ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ബാക്കി ഇന്ദ്രു കുഴച്ച് കൂട്ടി എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണോ ലാസ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഓപ്പൊക്കെ കൊടുത്തതിൻ്റെ ആ ഒരു ഇതിലങ്ങനെ ചോദിച്ച് മേടിച്ചതാണ്. പക്ഷേ ഞാൻ തന്നെ അത് തിന്നേണ്ടി വന്നു കേട്ടോ. കുഴച്ച് കൂട്ടിയതാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. ചില അമ്മമാർക്ക് ഇപ്പോഴും മക്കൾ കുഴച്ച് കൂട്ടിയത് കഴിക്കാൻ വേണ്ടി മടിയാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല കേട്ടോ, ഞാൻ കഴിക്കും. അതിനിടയിൽ അമ്മതാ ഇവിടെ പഴങ്കഞ്ഞി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തണുത്ത ചോറിൽ തൈരൊക്കെ ഒഴിച്ച് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് പണ്ടേ അമ്മ ഇത് ആക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുടിക്കലാണ് പണി. ഇപ്പം എല്ലാവർക്കും ചോറ് വേണ്ടല്ലോ, അതുകൊണ്ടൊരു പണിയാണ്. എന്തൊക്കെ നമ്മൾ ഈ പഴങ്കഞ്ഞിലിട്ടത് തൈര്, ചെറിയ ഉള്ളി, പച്ചമുളക്, എന്നിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് അതാണ് ഈ പഴങ്കഞ്ഞി. അപ്പം ഞാൻ കുടിക്കട്ടെ, കൈയിട്ടിട്ട് കുടിക്കണം അല്ലേ ശരിക്കും. ഇങ്ങനെ ഞാരടി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അറിയോ വൃത്തിയിൽ കുടിക്കാൻ പറയും. വൃത്തിയിൽ നമ്മളെ വീട്ടിൽ നമുക്ക് എന്ത് വൃത്തി വന്ന് വയറ്റിലോട്ട് അങ്ങോട്ട് പോകണം എന്നല്ലാണ്ട് വൃത്തികേടൊന്നും ഇല്ലല്ലോ. നല്ല വേർപ്പിട്ടാ എൻ്റെ അമ്മേ. ഇങ്ങോട്ട് വന്നേന്നറിയോ, ഇതാ ഇവിടെ ഒരു മുളകിരിപ്പുണ്ട്. ഇതാ പഴങ്കഞ്ഞീരങ്ങാട് ഒട്ടക്കണം. അപ്പം സൂപ്പർ അല്ലേ. കയ്യിലെടുത്ത് വന്ന് നീറ്റായിട്ട് കഴിക്കുന്നുണ്ട്. ഞാനൊരു അണ്ണൻ്റെ നമ്മളെ അണ്ണൻ ഇൻസ്റ്റയിലൊക്കെ വൈറലായ ഇൻസ്റ്റയിലൊക്കെ വൈറലായ നമ്മളെ അണ്ണൻ ഫുഡ് കഴിക്കുന്ന ഒരു സാധനം ഇങ്ങനെ കോരി അടിച്ച് എങ്ങനെ അടിക്കുന്ന ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിനെ നോക്കി ഒപ്പിയെടുത്ത് ചെയ്തതാണത്. അപ്പം അത് പിന്നെ എല്ലാവരും പറഞ്ഞ് വൃത്തിയിൽ കഴിച്ചൂടെ, എന്താണ് വൃത്തിയില്ലാണ്ട് കഴിക്കണേന്നൊക്കെ പറഞ്ഞിട്ടാ. അത് പുള്ളി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് ഞാനും അത് അതുപോലെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആ ഒരു സെൻസിലെടുക്കാൻ ചില ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. ആൾക്കാർ അതുകൊണ്ട് എന്തല്ലോ പറഞ്ഞ് കുഴപ്പമില്ല, ഞാനതൊക്കെ സഹിച്ചു. അപ്പോൾ അത് വൃത്തിയിൽ കഴിക്കാൻ കേട്ടോ, കൈ പോലും തട്ടിക്കാണ്ട് പഴങ്കഞ്ഞി വൃത്തിയിൽ. ഇതാ നല്ല പഴങ്കഞ്ഞി, അത് രസമുണ്ട് കേട്ടോ. അടിപൊളി അമ്മേ, അടിപൊളി. അങ്ങനെ അമ്മ പീടിയെ പോയി വന്നത് ഇഞ്ചിയും പിന്നെ ഒപ്പം കുറച്ച് ക്യാരറ്റും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഐസും മേടിച്ചിട്ടുണ്ട്. അമ്മ പിന്നെ പീടിയയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുള്ള വക ഉണ്ടാവും കേട്ടോ. ഒന്നില്ലെങ്കിൽ നാരങ്ങ മിഠായി എങ്കിലും മേടിച്ചിട്ട് അമ്മ വരും കേട്ടോ. അപ്പോൾ അമ്മ ക്യാരറ്റ് അരിയുന്ന സമയം കൊണ്ട് ഞാൻ എന്തായാലും ഐസൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി ഐസായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സംഭവം ചെയ്യുന്നത് അത് എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീരകം കുത്തി നല്ലോണം അമ്മനെ കൊണ്ടെല്ലാം പൊടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഇനി എന്തിനാണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞു. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ പണികളൊക്കെ തീർത്തിട്ട് വേണം ഈ പ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒലത്തും അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ കറിയും എല്ലാം ഏകദേശം ഒരു 3/4 ഭാഗം റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കറി വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇടുന്നത് കേട്ടോ. സംഭവം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, കാരണം അന്നേ എടുത്തൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ചേട്ടയൊക്കെ അന്ന് ഇഷ്ടപ്പെട്ട് ചേട്ടക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു കേട്ടോ, ചിക്കൻ കറി.
അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ ജീരകം പൊടിച്ച് വെച്ചത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖം നിറച്ച് കുരു വന്നൊക്കെയായിരുന്നു. എനിക്ക് ഫേസ്ബുക്കിൽ ആരോ പറഞ്ഞു തന്നതായിരുന്നു അന്ന് കേട്ടോ, ജീരകം ഇതുപോലെ പൊടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുരു അമർന്ന് പോകുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് നോക്കിയാണ്. പക്ഷേ എനിക്കൊന്നും ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്നും ശരിയായിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുരു വന്ന് ഇങ്ങനെ ചക്ക പോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ നിഗിയും ടീമൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എടുക്കുമ്പോ പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. എടി ചിക്കൻ കറി ഞാൻ എന്താ പറഞ്ഞു വെച്ചെന്നറിയോ, സ്വന്തം വീട്ടിൽ വന്നിട്ട് കറി വെക്കാൻ പേടിയുള്ളവരുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് പേടിയാണ്, സത്യത്തിൽ എനിക്ക് പേടിയാണ്. വേറെ ആരില്ല, നിന്റെ ഹസ്ബൻഡിനാണ് എനിക്ക് പേടി. പേടിക്കേണ്ട കാര്യമില്ല. ചീള് കേസിട്ട് രാവിലെ ഞാൻ നോക്കുമ്പോഴാണ് കൊണ്ട് പെരകണി പറയല്ലോ, ഭാര്യമാരെ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ലെന്ന്, പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ലെന്നാ. പക്ഷെ ചിലപ്പോ ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്തു പോണ സ്വഭാവം കാരണം നിയന്ത്രണം വിട്ടു. അല്ല അങ്ങനെയാണ്. അല്ല എനിക്കില്ല, എനിക്ക് സത്യത്തിൽ എനിക്ക് എന്താ പേടിയെന്നറിയോ, ഈ ചിക്കൻ കറി ഒരു പേടിയായിരുന്നു. പിന്നെ അച്ഛനെ എനിക്ക് പേടിയുണ്ട്, പിന്നെ അച്ഛനെ എനിക്ക് പേടിയുണ്ട്. അച്ഛനെ എനിക്ക് പേടിയുണ്ട്, അച്ഛനെ തീരെ പിടിക്കൂല ഞാൻ വെക്കണ ചിക്കൻ കറി. നല്ല രസമുണ്ട്. മല്ലിയിലേന്റെ എല്ലാം കുത്തും. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഹാപ്പി, അവരും ഹാപ്പി. അങ്ങനെ എല്ലാവരുടെയും പ്രശംസയൊക്കെ കിട്ടി ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.